രാജമാണിക്യം റിപ്പോർട്ടിലെ കുരുക്ക് ഭൂപതിവ ചട്ട ഭേദഗതി കൊണ്ടും അഴിയുന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഉപ്പുതറയിലെ ഭൂമി പ്രശ്നം വ്യത്യസ്തവും സങ്കീർണവുമാണ്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിലെ നൂലാമാലയും കോടതി വ്യവഹാരവുമാണ് ടൗൺ ഉൾപ്പെടുന്ന 6 സർവേ നമ്പറിലെ പ്രധാന ഭൂപ്രശ്നമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപ്പുതറ യൂണിറ്റ് പ്രസിഡന്റ് സിബി മുത്തുമാക്കുഴി പറഞ്ഞു. 2012-ലാണ് ഉപ്പുതറക്കാരുടെ ദുരിതം തുടങ്ങുന്നത്. തോട്ട ഉടമകൾ തരം മാറ്റിയതും വിൽപ്പന നടത്തിയതും അധികമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി കണ്ടുപിടിക്കാൻ 2012-ലാണ് സർക്കാർ MG രാജമാണിക്യം സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചത്. സംസ്ഥാനത്ത് നിരവധി തോട്ടങ്ങൾ മുറിച്ചുവിട്ടിട്ടുണ്ടെന്നും തോട്ട ഉടമകൾ അനധികൃതമായി ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ കണ്ടെത്തി. തുടർന്ന് 2014-ൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറിലെ ഭൂമിയും ഈ റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ വരുന്നതിനും മുൻപ് കരമടച്ചു വന്നിരുന്ന ഭൂമിയാണിത്. 1938-ൽ ആധാരം നടന്നതിന്റെയും അന്നു മുതൽ കരമടച്ചതിന്റെ രേഖയും കർഷകരുടെ പക്കൽ ഇന്നുമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് റവന്യൂ വകുപ്പിന്റെ വിചിത്ര നടപടികൾ ഉണ്ടായത്. ഈ നടപടി കാരണം കരം സ്വീകരിക്കുന്നത് തടഞ്ഞു. നിയമപരമായ ക്രയവിക്രയങ്ങളെല്ലാം നിലച്ചു. ഭൂമി വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത സ്ഥിതി വന്നു. നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വന്നതോടെ ബാങ്കിൽ നിന്നും വായ്പയെടുക്കാനോ പഴയത് പുതുക്കാനോ കഴിയുന്നില്ല. മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാം പ്രതിസന്ധിയിലായി. കർഷകരും വ്യാപാരികളും ഇത് കാരണം കഷ്ടത്തിലായി. ഉപ്പുതറ ടൗണിലെയും സമീപ പ്രദേശത്തെയും ഭൂപ്രശ്നങ്ങൾക്കും കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങൾക്കും ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല. ചട്ട ഭേദഗതി വന്നതിൻ്റെ പേരിൽ ഉപ്പുതറയ്ക്ക് ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അതോടൊപ്പം അത് ഒരു ഉപദ്രവമായി മാറാനാണ് സാധ്യത. കാരണം കെട്ടിടങ്ങൾ ചെറിയ രീതിയിൽ പണിത വ്യക്തികൾ തൊട്ട് നന്നായിട്ട് നല്ല കെട്ടിടങ്ങൾ പട്ടയഭൂമിയിൽ പണിതിട്ടുള്ള വ്യക്തികൾ പോലും, അതായത് 50% വരെ ടാക്സ് അടയ്ക്കേണ്ട, ഇരട്ടി ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മന്ത്രിസഭയിൽ അംഗീകരിച്ച ഭൂമി പതിവ് ഭേദഗതി ചട്ടം ഉപ്പുതറയിലെ ഭൂമി പ്രശ്നത്തിന് പരിഹാരമാവില്ല. ജില്ലയിലെ മറ്റു പ്രശ്നങ്ങളെ അപേക്ഷിച്ച് ഉപ്പുതറയിലെ ഭൂമി പ്രശ്നം വ്യത്യസ്തവും സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരത്തിന് കടമ്പകൾ ഏറെയുണ്ട്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിലെ ന്യൂനതകളും നൂലാമാലയും കോടതി വ്യവഹാരവുമാണ് ടൗൺ ഉൾപ്പെടുന്ന 6 സർവേ നമ്പറിലെ പ്രധാന ഭൂമി പ്രശ്നം. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയിറക്കിയ കർഷകർക്ക് പകരം ഭൂമിയായി സർക്കാർ പതിച്ചു നൽകിയ ടൗണിലെ 84 പ്ലോട്ടുകൾ സർക്കാരിന്റെ സംരക്ഷിത ഭൂമിയാണെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് മറ്റൊരു പ്രശ്നം. 2 വിഷയങ്ങളിലും വില്ലേജിൽ കരമടയ്ക്കാനോ ഭൂമി പോക്കുവരവ് നടത്താനോ കഴിയുന്നില്ല. 800ഓളം വ്യാപാരികളും കർഷകരുമാണ് ഇതുമൂലം വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.